എൻ്റെ പേര് ജോബി. വീട് തൃശ്ശൂർ രൂപത കണ്ടസങ്കട ഫൊറോനയിലെ അരിമ്പൂര് സെൻറ് ആനീസ് പാരീഷിൻ്റെ അംഗമാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾക്ക് 4 മക്കളാണ്. ഭാര്യ ലിമി, മക്കള് ജോൺ ജോബി, റാണി മരിയ. എൻ്റെ പേര് ലിമി. ഞങ്ങൾക്ക് 4 മക്കളാണെന്ന് പറഞ്ഞല്ലോ. അതിൽ 3-ാമത്തെ ആൾ ആൽവിൻ ജോബി, 4-ാമത്തെ ഇപ്പോൾ 2 മാസമേ ആയിട്ടുള്ളൂ. മകൻ്റെ പേര് ജിതി. മൂത്താള് ജോൺ ജോബി, അവൻ 10ൽ പഠിക്കുന്നു. അവൻ പഠിക്കാൻ വളരെ താല്പര്യമുള്ള ആളാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യണം എന്നാഗ്രഹമുള്ള ഒരാളാണ്. അതിനുവേണ്ടി എന്തും അവൻ മാറ്റിവെക്കും. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ പോലും ഒഴിവാക്കി അവൻ മറ്റുള്ളവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട് അവൻ ഒത്തിരി താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ 2-ാമത്തത് ഞങ്ങൾക്ക് മകളാണ് റാണി മരിയ. ഇപ്പോൾ അവൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് വരയിലൊക്കെയാണ്, ഡ്രോയിങ്ങിലാണ് ആൾക്ക് താല്പര്യം. ഡ്രോയിങ് ആയാലും പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഭംഗിപൂർവ്വം ചെയ്യും. നമ്മൾ ഒരു ചിലപ്പോൾ ചിലത് പറയേണ്ട ആവശ്യമേ ഇല്ല, ആൾ കണ്ടറിഞ്ഞ് ചെയ്തോളും. പിന്നെ ഇപ്പോൾ വാവ ഉണ്ടായതിന് ശേഷം വാവേനെ നോക്കുന്ന കാര്യത്തിലായാലും ആൾ വളരെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തും ആളാണ് കൂടെ നിന്നിരുന്നത്. ഉണ്ണിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നേക്കാളും നല്ല ഭംഗിയിലെല്ലാം ചെയ്തു കൊടുത്തോളും. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ അങ്ങനെ പഠിക്കുന്ന സമയമായാലും ആൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഉണ്ണി കരയാൻ ആൾ സമ്മതിക്കില്ല. 3-ാമത്തെ ആൾ ആൽവിൻ ജോബി. 3-ാമത്തെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇവിടെ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ കർത്താവ് എനിക്കൊരു സന്ദേശം തന്നിരുന്നു. അവന് അറിവിൻ്റെ പുത്രൻ അല്ലെങ്കിൽ അറിവ് ഉള്ളവൻ എന്നുള്ളൊരു പേര് വേണം അവന് ഇടാനായിട്ട്. ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ആൽവിൻ എന്ന പേരിട്ടത്. അറിവിൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ വിസ്ഡം പ്രൊട്ടക്ടർ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. ആൾ പഠിക്കാൻ വളരെ ഉഷാറാണ്. കുറേ നേരമൊന്നും ഇരുന്ന് പഠിക്കില്ല, കുറച്ച് നേരം പഠിക്കുകയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ നമ്മോട് ചോദിച്ചറിയാൻ നിൽക്കില്ല. ആൾ തന്നെ എല്ലാം നോക്കിയും കണ്ടും എല്ലാം പഠിച്ചോളും. 4-ാമത്തെ കുഞ്ഞിനിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, മാമോദീസ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആളുടെ പേര് ജദീദ് ജോബി എന്നാണ്. 4-ാമത്തെ കൊച്ചിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ കർത്താവ് എനിക്കൊരു സന്ദേശം തന്നിരുന്നു. അവനെ ദൈവം നിങ്ങളെ സ്നേഹിച്ചു എന്നായിരിക്കണം അവൻ്റെ പേരിൻ്റെ അർത്ഥം. ഞാൻ ഒത്തിരി അതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കി. ഞാൻ ദൈവത്തെ സ്നേഹിച്ചു എന്ന പേരിൽ എന്നർത്ഥമുള്ള ഒത്തിരി പേരുകളുണ്ട്. പക്ഷെ ദൈവം നിങ്ങളെ സ്നേഹിച്ചു എന്ന അർത്ഥം വരുന്ന ഒരു പേര് ഒരുപാട് അന്വേഷിച്ചു ബൈബിളിൽ ഞങ്ങൾ കണ്ടെത്തി. അത് ജദീദിയ എന്നാണ്. അത് ജദീദിയ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേരിൻ്റെ ഒരു സ്റ്റൈലുള്ളത് കൊണ്ട് അതിൻ്റെ ഷോർട്ട് ഫോമാണ് ജദീദ് എന്ന പേര്. അങ്ങനെ ആ പേരാണ് മകന് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞ് വന്നതോടുകൂടി ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആയി. കർത്താവ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം സന്ദർശിച്ചു, ഞങ്ങളെ സ്നേഹിച്ചു എന്നുള്ള സത്യമാണ്. ഞങ്ങളുടെ മാതാപിതാക്കളായിട്ടുള്ള ബന്ധങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ, സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധങ്ങൾ, എല്ലാ മേഖലയിലും ഇപ്പോൾ ഒരു ദൈവികത നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുമായിരുന്നു. പൈസ ഉണ്ടായത് കൊണ്ട് മാത്രം നമ്മുടെ മക്കളെ നമുക്ക് നന്നായി വളർത്താനായിട്ട് സാധിക്കില്ല. ദൈവാനുഗ്രഹം കൂടി നമുക്ക് വേണം. എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് വേണം നമുക്ക് ജീവിക്കാനായിട്ട്. ഇപ്പം 4 പേരുണ്ടായാലും പലപ്പോഴും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വല്ല ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നാലും പക്ഷെ ഞങ്ങളെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് തക്ക സമയത്ത് ദൈവം ഞങ്ങൾ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. സങ്കീർത്തനം 127 പറയുന്നുണ്ട്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. പക്ഷെ എന്നെ കൂടുതൽ ആകർഷിച്ച വചനം അതിൻ്റെ താഴെയുള്ളതാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തെങ്കിൽ ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. ഈ വചനമാണ് കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്യാറുള്ളത്. കാരണം ഇന്ന് സമുദായത്തിൽ മക്കൾ കുറവുണ്ട്, ഞങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരപ്പൻ കൂടുതൽ സേഫ് ആകുന്നത്, ഒരു കുടുംബം കൂടുതൽ സേഫ് ആകുന്നത് മക്കൾ അധികം ആകുമ്പോഴാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആവനാഴിയിലെ അമ്പുകൾ പോലെയാണ് മക്കൾ. ആവനാഴി നിറയെ അമ്പുകൾ ഉണ്ടെങ്കിലാണ് അവന് യുദ്ധത്തിൽ സേഫായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ, ധൈര്യത്തോടു കൂടി യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് ഞാനിപ്പോഴും എൻ്റെ ചെറുപ്പം മുതലേ മക്കൾ അധികം വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്.
മറ്റെല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എൻ്റെ വീട്ടിലുണ്ടെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 3ാമത്തെ കുഞ്ഞുണ്ടായി 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ധ്യാനത്തിന് പോയപ്പോൾ ഞങ്ങളുടെ ധ്യാനത്തിലെ ഒരു ധ്യാനഗുരു പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൂടി തരുന്നുണ്ടെന്ന് പറഞ്ഞു. മകനല്ല, കുഞ്ഞിനെ കൂടി തരുന്നുണ്ട്. അന്ന് ഞങ്ങൾക്കൊരു പ്ലാൻ ഇല്ല, ഇനി 4ാമത്തെ കൊച്ചുണ്ട വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ കർത്താവിൻ്റെ പദ്ധതി അതാണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ 4ാമത്തെ ഒരു കൊച്ചിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് ഏകദേശം 8 വർഷത്തോളം കാത്തിരുന്നിട്ടാണ് ഇപ്പോൾ കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരുന്നത്. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനുജ, സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ പപ്പോട് പറയും, ജോണിന് ഇന്ന കാര്യം ചെയ്യാനുണ്ട്, മോൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ അവരെപ്പോഴും ആവശ്യപ്പെടുന്നതൊക്കെ ആദ്യം എൻ്റെ അടുത്താണ്, അവർക്ക് ഇന്നത് വേണമെന്നൊക്കെ പറയും. ഈവൻ 3ാമത്തെ ആൾക്ക് എപ്പോഴും ടോയ്സ് വേണം. അപ്പോൾ അവൻ എന്നോടാണ് ചോദിക്കുന്നത്, മമ്മി ഇത് വേണം വേറെ പപ്പോട് പറയാനായിട്ട് പറയും. അപ്പോൾ പപ്പ എപ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്, എന്ത് വേണമെങ്കിലും നമുക്ക് ഈശോപ്പച്ചനോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും, സമയത്തിന് കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഞാനപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് അങ്ങനെ കിട്ടുന്നതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളോട് ഞാൻ അങ്ങനെ പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്നങ്ങനെ പറയാറുണ്ട്. പക്ഷേ അത് എപ്പോഴും സത്യമാകാറുണ്ട്. ഇന്നലത്തെ ഇപ്പോൾ മോനെ പുതിയ സൈക്കിൾ വാങ്ങി. അപ്പോൾ പല കാര്യത്തിലും ഈവൻ ചെറിയൊരു ടോയ് ആയാൽ പോലും എങ്ങനെയായാലും അത് പിന്നീട് തരും എന്ന് പല സമയത്ത് അങ്ങനെ പറയേണ്ടി വരാറുണ്ടെങ്കിലും, പക്ഷെ അങ്ങനെ ഒരു ദൈവത്തിൽ അങ്ങനെ ആശ്രയിക്കുന്ന ഒരു ബോധം അവർക്ക് നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ പറഞ്ഞു കൊടുത്ത കാരണം അവർക്കത് അറിയാം. പിന്നെ 3 പേരെ സംബന്ധിച്ചും, ഇപ്പോൾ മൂത്ത ആൾക്കാരെ സംബന്ധിച്ചായാലും, മൂത്ത മോനായാലും മോളായാലും, ഈവൻ ചെറിയ ആളാണ്, 3ാമത്തെ ആളാണ് ടോയ്സിനൊക്കെ വേണ്ടി വാശി പിടിക്കാറുള്ളൂ. മൂത്ത ആളായാലും ജോണായാലും മോള് റാണിമരി ആയാലും അവരങ്ങനെ ഒരു കാര്യത്തിനും ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യത്തിനും ഒരു വാശി പിടിച്ച് അങ്ങനെ വാങ്ങിക്കാറില്ല. ഇവൻ ഡ്രസ്സിൻ്റെ കാര്യത്തിനായാലും സ്കൂളിലൊക്കെ നല്ല നല്ല ഡ്രസ്സുകൾ കുട്ടികളിട്ട് വരുമ്പോൾ, പക്ഷെ അവർ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഒന്നും അവരങ്ങനെ ആവശ്യപ്പെടാറില്ല. പിന്നെ 3ാമത്തെ ടോയ് മാത്രമാണ് അവൻ പപ്പോട് ചോദിച്ച് വാങ്ങിക്കാറ്. പക്ഷെ ഏത് കാര്യമായാലും ഇപ്പം മക്കൾ കൂടുതലുണ്ടായതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക അവസ്ഥ താഴേക്കും, അതിൽ ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ഓരോ മക്കൾ വരുമ്പോഴും ഞങ്ങളുടെ ലൈഫിൽ ദൈവാനുഗ്രഹം കൂടിയിട്ടുള്ളൂ. ജോലി റിസൈൻ ചെയ്യേണ്ടി നാട്ടിലേക്ക് വരേണ്ടി വന്നു. പക്ഷെ അതൊക്കെ നോക്കുകയായാലും ഞങ്ങളൊരു ദൈവാനുഗ്രഹത്തിൽ തന്നെയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പുറത്ത് ഔട്ടിങ്ങിന് പോകുമ്പോൾ എല്ലാവരും ഞങ്ങളെ നോക്കാറുണ്ട്. കാരണം ഞങ്ങൾ ആ പണ്ടത്തെ ആ ലൈഫ് സ്റ്റൈൽ ഞങ്ങളിപ്പോഴും വിട്ടിട്ടില്ല. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും, പക്ഷേ ഞങ്ങളത് പണ്ടത്തെ ആ സ്റ്റൈലിൽ തന്നെ ജീവിക്കാൻ ഈശോ ഇപ്പോഴും ഞങ്ങളെ അനുവദിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കർത്താവ് അത് ആ സമയത്ത് തന്നെ നടത്തി തരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ അവസാനത്തെ ഡെലിവറി കഴിഞ്ഞ് ബില്ലടയ്ക്കാനായിട്ട് 10,000 രൂപ കുറവുണ്ടായിരുന്നു. സിസ്റ്റർ എന്ന് പറഞ്ഞു, അത് ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യും, ബില്ലടച്ച് എല്ലാം റെഡിയാക്കിയോളാം പറഞ്ഞു. ഞാൻ ഡോക്ടർ വന്നതിന് ശേഷം ബില്ലടയ്ക്കണോ എന്ന് പറഞ്ഞു. എൻ്റെ പൈസ ഇല്ല, 10,000 രൂപ കുറവാണ് കിട്ടാവുന്ന. പല സ്ഥലങ്ങളും ഞങ്ങൾ നോർമൽ ഡെലിവറിയാണ് പ്രതീക്ഷിച്ചിരുന്നത്, പിന്നെ സിസേറിയനായി. അപ്പോൾ കുറച്ച് പൈസ കൂടുതലായിപ്പോയി. പക്ഷേ ഡോക്ടർ വരുന്നതിന് മുന്നേ എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഒരു പഴയ സുഹൃത്ത് വിദേശത്ത് നിന്ന് 10,000 രൂപ അയച്ചു തന്നു. ആൾ പറഞ്ഞു, 4ാമത്തെ കൊച്ചുണ്ടായത്, എൻ്റെ കൊച്ചിൻ്റെ ഒത്തിരി ചിലവുകളുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ടിരുന്നു ഇങ്ങനെ കുഞ്ഞ് ജനിച്ചു എന്നുള്ളത്. ഞാൻ ബില്ലടയ്ക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ബില്ലടച്ച് കഴിഞ്ഞ് ബാക്കി പൈസയുണ്ട്. ഞങ്ങൾ തിരിച്ച് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ ആർക്കും കൊടുക്കാനായിട്ട് മിഠായി മേടിക്കാൻ പൈസയില്ല. പക്ഷെ ഞങ്ങൾ വരുന്ന വഴിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. ആളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ വരുന്നത് വീട്ടിലേക്ക്. അപ്പോൾ ആൾ പറഞ്ഞു, ചേട്ടാ എൻ്റെ വീടിൻ്റെ അടുത്ത് പോകുന്ന നിർത്തണം, എനിക്ക് കുട്ടീനെ ഒന്ന് കാണാനാണ്. ഞാൻ പറഞ്ഞു, വീട്ടിലിറങ്ങില്ല, ജസ്റ്റ് ഞാൻ വണ്ടി നിർത്താം. അവിടെ നിർത്തി ഒരു 3-4 കവറ് നിറച്ച സാധനങ്ങൾ എൻ്റെ വണ്ടിയിലേക്ക് വെച്ചു. അതിലെൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള എല്ലാവർക്കും കൊടുക്കാനുള്ള ലഡുവും മിഠായിയും എല്ലാ സാധനങ്ങളും ആ കവറിലുണ്ടായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടിട്ടോ ആളതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടോ അല്ല. ഞങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും സ്വസ്ഥമായി ശാന്തമായി കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും മാത്രമേ ചെയ്യാറുള്ളൂ. കർത്താവെല്ലാം കൃത്യസമയത്ത് തക്ക സമയത്ത് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്, ഇനിയും ചെയ്തു തരും. ഞങ്ങൾക്ക് വാഹനമുണ്ട്, കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കില്ല.
കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ചിലപ്പോൾ എന്നും പറയും 7 മണിക്ക് എത്തിക്കണമെന്ന് പറയും, പക്ഷെ ചിലപ്പോൾ അപ്പോൾ എത്തിക്കാൻ പറ്റാറില്ല. ചിലപ്പോൾ അവരുടെ പഠനവുമായിട്ട് സംബന്ധിച്ച് ചിലപ്പോൾ നേരം വൈകാറുണ്ട്. പക്ഷേ എത്ര നേരം വൈകിയാലും കുടുംബ പ്രാർത്ഥന മസ്റ്റാണ്. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടേ ഉറങ്ങാറുള്ളൂ. പിന്നെ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞങ്ങൾ കാറിലിരുന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ വീട്ടിലേക്ക് എത്തി നേരം വൈകും, ചിലപ്പോൾ അവർ ഉറങ്ങുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ കാറിലിരുന്നിട്ടും ചൊല്ലാറുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിരിക്കണം, അത് മസ്റ്റാണ്. മക്കളുടെ വേദപാഠത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്നേ വരെയും എനിക്ക് തോന്നുന്നു മോനങ്ങോട്ട് ഒരു ദിവസം സൺഡേ സ്കൂൾ മുടങ്ങിയിട്ടുണ്ടാവുള്ളൂ വയ്യാതെ. മറ്റൊരു കാരണവശാലും സൺഡേ സ്കൂൾ മുടക്കാൻ ഞാൻ അനുവദിക്കാറില്ല. അതുപോലെ നമ്മൾ വീട്ടിൽ പിന്നെയും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കുമ്പസാരം, കുട്ടികളുടെ കുമ്പസാരം. ഞാൻ ആദ്യത്തിൽ അത് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം നമ്മൾ കുട്ടികളോട് കുമ്പസാരിക്കാൻ പറയും, അവർ കുമ്പസാരിക്കുന്നുണ്ടോ ഇല്ലേ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു ബോധ്യമാണ്, മക്കൾ കുമ്പസാരിച്ചാൽ മാത്രം പോരാ, മാതാപിതാക്കൾ കുമ്പസാരിക്കുന്നത് മക്കൾ കാണണം. ഞങ്ങൾ തീരുമാനമെടുത്തു, എല്ലാ മാസവും ഞങ്ങൾ ഒരു ദിവസം വൈകിട്ട്, ഒരു വെള്ളിയാഴ്ച വൈകിട്ട് ഞങ്ങൾ കാൽവരി ആശ്രമത്തിൽ പോവും. മാതാപിതാക്കളും മക്കളും കുർബാന കാണും, കുമ്പസാരിക്കും. ഒരുമിച്ച് ഒരേപോലെ നിന്ന് ഞങ്ങൾ കുമ്പസാരിച്ച് ടൗണിൽ പോയി ഒരു ചായ കുടിച്ച് ഞങ്ങൾ തിരിച്ചു പോരും. ഞാൻ വിദേശത്തായിരുന്നു. വിദേശത്ത് നാട്ടിൽ വന്ന് ആദ്യമായി പോയി കണ്ട പെണ്ണാണ് ഇപ്പോഴത്തെ എൻ്റെ ഭാര്യ. അന്ന് അവളൊരു സാരി എടുത്തിട്ടാണ് നിന്നിരുന്നത്. അവൾക്ക് അപ്പനമ്മ, അപ്പൻ്റെ അമ്മയൊക്കെ ഉള്ളൊരു ഫാമിലി ആയിരുന്നു. എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ നൈബറുമാണ് കൂടെ ഉണ്ടായിരുന്നത്, എന്നെ പെണ്ണ് കാണാനായിട്ട് ആദ്യം വരുമ്പോൾ. അപ്പോൾ ഞാനന്ന് ജോലിയുണ്ട്, ഞാൻ നേഴ്സായിരുന്നു. ചേട്ടൻ ലുക്ക് നല്ലതാണ്, നമ്മളതൊക്കെയല്ലേ ചെറുപ്പത്തിൽ നോക്കുക, കാണാൻ കുഴപ്പമില്ല, ഫാമിലി കുഴപ്പമില്ല, അങ്ങനെ വെച്ചാൽ. പിന്നെ ഗൾഫിലേക്ക് ഡിമാൻഡ് ചേട്ടൻ അംഗീകരിച്ചിട്ടാണ് അതിന് വിവാഹം കഴിച്ചത്. വെൽ ഡ്രസ്സിങ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് നിർബന്ധമാണ്. എല്ലാവരും അയൺ ചെയ്ത്, കുട്ടികളായാലും സ്കൂളിൽ പോകുമ്പോൾ എല്ലാം അയൺ ചെയ്ത് നല്ല നീറ്റായിരിക്കണം, ആ കാര്യത്തിൽ നിർബന്ധമാണ്. ചേട്ടൻ നല്ല കെയറിങ് ആണ്. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഭയങ്കര കെയറിങ് ആണ്. പിന്നെ ഇപ്പം 4ാമത്തെ പ്രഗ്നൻസിയിൽ എല്ലാ കാര്യങ്ങളും ഇന്ന ഇതൊന്നുമില്ല, ഏത് കാര്യത്തിനായാലും ചെയ്യാൻ നല്ല ഉത്സാഹമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും ചെയ്യും. ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു പ്രത്യേക കഴിവുണ്ട്. ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും വഴക്ക് കൂടും അതിന്. പക്ഷെ ഞാൻ നോക്കും, ചില കാര്യത്തിൽ ഞാൻ സൈലൻ്റ് ആവും, ചില കാര്യങ്ങളിൽ അവൾ സൈലൻ്റ് ആവും. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് വാശി കൂടുതലാണ്, മുൻകോപം കൂടുതലാണ്. പപ്പ പക്ഷേ അങ്ങനെയല്ല. പപ്പ കുറച്ചും കൂടി വളരെ എന്താ പറയുക, പെട്ടെന്ന് ആൻസർ പറയില്ല, എല്ലാത്തിനും സ്ലോ ആയിട്ട് ആൻസർ പറയുള്ളൂ. പക്ഷെ ആളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടാണ് പറയാറ്. നേരം കൊടുത്തു കഴിഞ്ഞാൽ നോർമലി പഴയ പോലെ തന്നെ പിറ്റേ ദിവസം കാലത്ത് കാര്യങ്ങൾ ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ചിലപ്പോൾ അതാ ദിവസത്തെ പ്രശ്നങ്ങളും സംസാരങ്ങൾ വരുമ്പോൾ വീണ്ടും ചിലപ്പോൾ ചെറിയ വഴക്കങ്ങളും പണക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നേരം കൊടുക്കുമ്പോൾ വീണ്ടും ഞങ്ങൾ എങ്ങനെയാണോ വിവാഹം കഴിഞ്ഞ് പിറ്റന്നാൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ. ചിലപ്പോൾ എനിക്ക് താഴെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും വാശി പിടിച്ച് നിൽക്കുന്ന കാരണം. പക്ഷേ പപ്പ ആദ്യം സോറി പറയുന്ന ആൾ പപ്പയാണ്. കൂട്ടുകുടുംബത്തിൻ്റെ ആ ഒരു സുഖം നമ്മൾ നിലനിർത്തുമ്പോൾ തന്നെയും അപ്പൻ, അമ്മ, മക്കൾ എന്നുള്ള ഒരു ബന്ധത്തിലേക്ക് കൂടുതൽ നമുക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റണമെങ്കിൽ, മക്കളിലേക്ക് കൂടുതൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റണമെങ്കിൽ നമ്മളുടേതായ ഒരു കുടുംബം ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി നമുക്ക് അതിന് സ്വാതന്ത്ര്യം. കൂട്ടുകുടുംബമാകുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി പേരുണ്ടാവും. പിന്നെ നമ്മുടെ പേരൻസ് കൂടി ഉണ്ടാവും, നമുക്ക് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കൂട്ടുകുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അവരുടേതായ മക്കൾക്കായാലും അവരുടേതായ കെയറിങ്ങും അവരുടെ ഒരു സ്നേഹമൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. കൂട്ടുകുടുംബത്തിൻ്റെ എല്ലാ ഇതും വേണം. ഇപ്പം എൻ്റെ അപ്പനമ്മയുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അവരുടെ സംരക്ഷണവും അവരുടെ കരുതലും ഒക്കെ വേണം. അതിൻ്റെ കൂടെ തന്നെ കഴിയുമെങ്കിൽ ഞാനും ഭാര്യയും മക്കളിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലാൻ നല്ലതായിരിക്കും. 3ാമത്തെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒത്തിരി ടെൻഷനുണ്ട്. നമ്മൾ സിസേറിയൻ കിട്ടാൻ അധികം നാളായിട്ടില്ല. പക്ഷേ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും
ഇവനെ ജീവിത പങ്കാളിയായാൽ പോലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോ വഴി നടത്തിക്കോളും. നിസ്സംശയം ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ ഞാൻ സാധാരണ ഞായറാഴ്ചകളിൽ ഒരു ചെറിയ സംഖ്യ ഇടുമെങ്കിലും മറ്റു കാര്യങ്ങൾക്ക്, അതായത് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് പ്രഘോഷിക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയുന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ദശാംശം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് 4ാമത്തെ കൊച്ചാവുന്നത്. ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതെങ്ങനെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു പോകും, നിങ്ങൾ ആരും ഹെൽപ്പ് ചെയ്യും, ആരും ഇല്ല, നിങ്ങൾ തനിച്ചല്ലേ മക്കളെ ഇത് നോക്കേണ്ടത്. പക്ഷെ അതൊക്കെ എനിക്ക് അങ്ങനെ പോയാലും എൻ്റെ പപ്പ എല്ലാത്തിനും സപ്പോർട്ടായി നിന്നാൽ പോലും പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെ ഈശോയിൽ എല്ലാ സമയവും ഞാൻ ഈശോയിൽ ആശ്രയിച്ച് ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും മനസ്സിലെപ്പോഴും ഈശോ ഞങ്ങളെ കാത്തുകൊള്ളണം. എപ്പോഴും ഈശോയുടെ മാതാവിനോടായാലും ജപമാല ചൊല്ലി ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് വീട്ടിലെ പണികളൊരു വെല്ലുവിളിയല്ല. കാരണം വീട്ടിലെ അടുക്കളയിലെ ജോലിയായാലും തുണി കഴുകുന്ന കാര്യമായാലും എല്ലാ കാര്യത്തിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം കാലത്ത് ജോലിക്ക് പോകുന്നതിന് മുന്നേ മാക്സിമം വർക്കുകളെല്ലാം തീർത്ത് വെച്ചിട്ടാണ് ഞാൻ പോവുക. തിരിച്ചു വന്നു കഴിഞ്ഞാലും ബാക്കി അത്തരത്തെ കാര്യങ്ങളെല്ലാം വീട് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വൈഫ് കൂടുതൽ നോക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം അവളെ കൊണ്ട് പറ്റുന്നതെല്ലാം അവൾ ചെയ്യും. ബാക്കിയുള്ള എന്ത് കാര്യമായാലും അതിന് ഇന്ന കാര്യം ഞാൻ ചെയ്യുള്ളൂ, ഇന്ന കാര്യം അവൾ ചെയ്യണം, അങ്ങനെ ഒരു മാറ്റം ഞങ്ങൾ തമ്മിൽ ഉണ്ടാവാറില്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഈശോയോട് ചോദിക്കാറുണ്ട്. ഈവൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മനസ്സിൽ അത് ആദ്യം അതിനൊരു എന്താ പറയുക, നമ്മൾ ഈശോയുടെ ഒരു അഭിപ്രായം, ഈശോ ഇങ്ങനെ എൻ്റെ ഇതിൽ നടക്കാൻ പോകുന്നതിന് ഇങ്ങനൊരു ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഏത് കാര്യത്തിനായാലും ഈശോയുടെ വ്യക്തിപരമായിട്ട് ഞാൻ നമ്മുടെ ഒരു കൂട്ടുകാരനോട് ചോദിക്കുന്ന പറയുന്ന മാതിരി പറയാറുണ്ട്. ഞാനങ്ങനെ ഒരുപാട് സമയം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടാറില്ല. ഒരുപാട് സമയം അങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാറില്ല, അതാണ് അതിൻ്റെ സത്യം. പക്ഷെ എല്ലാ ദിവസവും തന്നെ കുർബാന കാണാൻ മാക്സിമം എല്ലാ ദിവസവും കുർബാന കാണുന്നത്, ഏതെങ്കിലും കാരണവശാലൊക്കെ വിട്ടു പോകാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കാൻ വിശുദ്ധ കുർബാന നിലച്ച് വെച്ചിട്ടുണ്ട്. ഓഫീസ് ടൈം കഴിഞ്ഞ് ഞാൻ എക്സ്ട്രാ ടൈം കണ്ടെത്തി ഞാൻ ഒറ്റയ്ക്ക് കർത്താവിന് മുമ്പിൽ പോയിരുന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ കരഞ്ഞ് എൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ് എൻ്റെ ഒരു ശൈലി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ട്, നമുക്ക് മക്കൾ കൂടുമ്പോൾ നമുക്ക് ഒത്തിരി ജോലി ഭാരമുണ്ട്, പിന്നെ അവരുടെ പഠിപ്പിൻ്റെ കാര്യങ്ങൾ, അവരുടെ പഠിപ്പിൽ അവർ ബാക്കിലോട്ട് പോകുന്നൊക്കെ എനിക്ക് ഒത്തിരി ടെൻഷനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 3ാമത്തെ കൊച്ചായി, പിന്നെ 3 പേരുടെ പഠിപ്പിലൊക്കെ ഞാൻ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന അവസരത്തിലും പിന്നീട് 4ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസരത്തിലായാൽ പോലും അങ്ങനെ പ്രഗ്നൻസി വന്നു. പ്രഗ്നൻസിയിലെല്ലാം ഒത്തിരി ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ ഒത്തിരി ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ പപ്പയുടെ ജോലിയുടെ കാര്യങ്ങളായാലും ഒത്തിരി സൈഡിൽ നിന്ന് നമുക്ക് ഈശോയുടെ സംരക്ഷണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ 4ാമത്തെ കൊച്ചായിട്ട് പോകുമ്പം ഇപ്പോൾ ഈ റിലേറ്റീവ്സിനായാലും എല്ലാവരും ഇങ്ങനെ നീ എങ്ങനെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തെന്ന് ചോദിച്ച ആൾക്കാരായപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കൊച്ചിനെ കാണുമ്പോൾ. എൻ്റെ പേരൻസ് ആയാലും പപ്പയുടെ പേരൻസിനായാലും എല്ലാവരുടെ വീട്ടിലും ഒരു അനുഗ്രഹം വന്ന പ്രതീതിയാണ് 4ാമത്തെ കൊച്ചായി. ഈ കഴിഞ്ഞ വർഷം ഡെലിവറിയുമായി ബന്ധപ്പെട്ട് വേളാങ്കണ്ണി പോകാൻ പറ്റിയില്ലാതെ ഒഴിച്ചാൽ എല്ലാ വർഷവും ഞങ്ങൾ കുടുംബമായിട്ട് മെയ് മാസത്തിൽ വേളാങ്കണ്ണി പോകും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്രകളെല്ലാം രസകരമാണ്. പിന്നെ ഈവനിങ് സമയത്താണ് നമ്മൾ പോകുന്നത്, ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ വെച്ച് തന്നെ കുടുംബ പ്രാർത്ഥന ചെല്ലും. അങ്ങനെ യാത്രകൾ എപ്പോഴും നല്ലതാണ്. അവർക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ദർശനം ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് വിവാഹ ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും അങ്ങനെ കൃത്യമായൊരു കാഴ്ചപ്പാടില്ല. അപ്പം എൻ്റെ അപ്പനും അമ്മയും നല്ല സ്നേഹത്തിലാണ്. അവരുടെ വഴക്ക്, അവരുടെ ഇണക്കം ഇതെല്ലാം കണ്ട് വളരുന്ന കുട്ടിക്ക് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം തോന്നണമെങ്കിൽ അവനെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹത്തിൻ്റെ ടേസ്റ്റ് അവൻ അനുഭവിക്കാൻ പറ്റണം. അത് പലപ്പോഴും പറ്റാത്തത് കൊണ്ടായിരിക്കണം യുവാക്കളായാലും യുവതികളായാലും ഇന്ന് ഒരു പരിധിവരെ വിവാഹത്തോട് താല്പര്യമില്ലാതെ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നു അത് യുവാക്കളുടെ പ്രശ്നമല്ല, മാതാപിതാക്കളും കുടുംബത്തിൻ്റെ സ്വീറ്റ്നെസ് അവർ വഴക്കൂടുന്ന മാത്രമേ കുട്ടികൾ കാണുന്നുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള നന്മകൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ
ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നീ ജീവിക്കേണ്ടത്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണ് നീ വളരേണ്ടത് എന്നുള്ളൊരു ദർശനം അവർക്ക് കൊടുക്കാത്തതുമായിരിക്കണം അതിൻ്റെ ഒരു കാരണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് രാവിലെ നല്ല തിരക്കുള്ള സമയമാണ്. കാരണം സ്കൂളിലേക്ക് വിടാം, മൂത്ത ആൾക്കാണെങ്കിൽ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അപ്പോൾ ട്യൂഷന് പോകണം, നേരത്തെ പപ്പ കൊണ്ടുവിടണം. പിന്നെ ബാക്കി രണ്ടുപേരും ആ സമയത്ത് നല്ല ഉറക്കമായിരിക്കും. രാവിലെ ഞങ്ങളങ്ങനെ പഠിക്കാനായിട്ട് ഞങ്ങളുടെ മക്കൾ ഇരിക്കാറില്ല. തലേദിവസം രാത്രി തന്നെ എല്ലാം പഠിച്ച് അവസാനിപ്പിച്ച് ബാഗും എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അവർ ഉറങ്ങുന്നത്. അപ്പം രാവിലെ അങ്ങനെ ഒരുപാട് നേരത്തെ അവർ വിളിക്കില്ല. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്പീഡിൽ ആവാനായിട്ട് ഞാൻ പറയാറുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞാൽ 9 മണിയോടുകൂടി അവരുടെ സ്കൂൾ ബസ് വരും, അവരതിലേക്ക് ഒരുക്കി വിടുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ വായിക്കും, വചനം വായിക്കും, പിന്നെ സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സങ്കീർത്തനം അവർ വായിക്കും. അത് കഴിഞ്ഞാൽ ഇപ്പം 3 പേരുണ്ടെങ്കിൽ 3 പേരെയും, അല്ലെങ്കിൽ 2 പേരായിരിക്കും. മൂത്ത ആൾ നേരത്തെ പോകുന്ന കാരണം ബാക്കി 2 പേർക്കും എപ്പോഴും നെറ്റിയിൽ തൈലം പൂശിയിട്ടാണ് ഞാൻ വരെ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പറഞ്ഞയക്കാറ്. ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ എല്ലാ വർഷവും 2 ധ്യാനമുണ്ട്. അതായത് ഒന്ന് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച്, ഒന്ന് ഞങ്ങളുടെ തീർത്ഥകേന്ദ്രത്തിൽ അവിടുത്തെ പെരുന്നാളെന്ന് വെച്ചാൽ തീർത്ഥകേന്ദ്രത്തിലെ പെരുന്നാൾ എക്സാം ടൈമിലല്ല. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് നിർബന്ധമായിട്ടും ഞങ്ങളെല്ലാവരും 5 ദിവസത്തെ ധ്യാനത്തിന് അവിടെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഇടവകപ്പള്ളിയിൽ മിക്കവാറും വലിയ നോമ്പിലാണ്, ആ സമയത്ത് എക്സാം സമയമൊക്കെയാണ്. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ കുട്ടികളെ നിർബന്ധിക്കാറില്ല. അപ്പോൾ എല്ലാ വർഷവും ഒരു ധ്യാനം ഞങ്ങളുടെ ഇടവകയിൽ കൂടും. പിന്നെ ഒരു വർഷം അല്ലെങ്കിൽ 2 എല്ലാ വർഷവും ഞാൻ ധ്യാനത്തിന് പോകാറുണ്ട്. എങ്കിൽ ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ വൈഫ് ഒറ്റയ്ക്ക് പോകാറുണ്ട്. മക്കളും അവരുടെ ധ്യാനങ്ങൾക്ക്, കുട്ടികളുടെ ധ്യാനങ്ങൾക്ക് അവരെ വിടാറുണ്ട്. പിന്നെ കുട്ടികൾ തീരെ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യനിൽ കുടുംബമായിട്ട് ക്രിസ്ത്യനിൽ ധ്യാനം കൂടിയിട്ടുണ്ട്, മലയാറ്റൂർ ധ്യാനം കൂടിയിട്ടുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും ധ്യാനം. അപ്പോൾ ധ്യാനം ഞങ്ങൾ എല്ലാ വർഷവും അപ്ഡേറ്റ് ആവണം എന്ന് നിർബന്ധമുള്ള ഫാമിലിയാണ്. മക്കളുണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു സമുദായത്തിൻ്റെ ആവശ്യം അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാം സമുദായത്തെ ഡിപ്പെൻഡ് ചെയ്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും സേഫ്റ്റിക്കും എനിക്ക് കൂടുതൽ മക്കളുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ആ ഒരു വചനത്തിൽ തന്നെയാണ് ഞാൻ മുറുകെ പിടിക്കുന്നത്. അതുകൊണ്ട് ഒരു കുഞ്ഞ് മതി, ഒരു കുഞ്ഞാണ് സേഫ്റ്റി, 2 കുഞ്ഞാണ് സേഫ് എന്നൊക്കെ ചിന്തിക്കുന്നവർ, ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങൾ ഒരു കുഞ്ഞിനെ കൂടി ജന്മം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ രീതിയിലുമുള്ള സമൃദ്ധിയും കർത്താവ് തരും. ഈവൻ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലംസ്, കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, മാതാപിതാക്കളായിട്ടുള്ള അസ്വസ്ഥതകൾ, എല്ലാ രീതിയിലും ഒരു സ്ത്രീ ഗർഭിണിയായി ഡെലിവറി ആകുമ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് ഡിപ്പെൻഡായിട്ട് നിൽക്കാൻ പറ്റില്ല. എല്ലാവരെയും പരസ്പരം ആശ്രയിക്കാതെ അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. നമ്മളെപ്പോഴും ഈ 2 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളിൽ നമ്മൾ ഒതുങ്ങുന്നതിൻ്റെ കാരണം, ഇനി ഞാൻ ആരെയും ആശ്രയിക്കാൻ താല്പര്യമില്ല, ഇനിയുള്ളതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അപ്പം അത് വിട്ട് നമ്മളൊരു കുഞ്ഞിന് കൂടി ജന്മം കൊടുക്കുമ്പോൾ
ആ രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും കൂടുതൽ സ്ട്രോങ് ആകുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളതും അത് തന്നെയാണ്. ഒരു കുഞ്ഞിനെയും കർത്താവ് വെറുതെ ഭൂമിയിലേക്ക് അയക്കുന്നില്ല. ഓരോ കുഞ്ഞിനും കർത്താവിന് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിൽ വളരെ കൃത്യമായി നമുക്ക് സാമ്പത്തികം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ഒരു ഒരു വിഷയമേ അല്ല എന്ന് പറയാം. എൻ്റെ വൈഫ് ഡെലിവറി ആയപ്പോൾ കുഞ്ഞിന് 3,800 വെയിറ്റ്. ഞങ്ങൾ വെയിറ്റ് കൂടാൻ വേണ്ടി റേഷനരി അല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. പ്രത്യേകമായിട്ട് ഒരു ഭക്ഷണവും ഞങ്ങൾ കുഞ്ഞിന് വെയിറ്റ് കൂടാൻ വേണ്ടി കഴിച്ചിട്ടില്ല. അപ്പോൾ കർത്താവ് വളരെ കൃത്യമായിട്ട് നയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എത്രയോ പേര് കൊച്ചിന് വെയിറ്റ് കൂടാൻ വേണ്ടി, ബുദ്ധി കൂടാൻ വേണ്ടി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ വെറുതെ കർത്താവിനോട് ചേർന്ന് നിന്നാൽ മതി. എല്ലാം കർത്താവ് മനോഹരമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ. കർത്താവ് ഒരു കുഞ്ഞിനെ തരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ശരീരത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധങ്ങളിലും എല്ലാം കർത്താവ് അത് റെഡിയാക്കിയിരിക്കും. ചെറുപ്പത്തിൽ നമ്മൾ ഈശോനെ സ്വീകരിക്കണം. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ 2 വർഷം കഴിഞ്ഞ് ലൈഫ് സെറ്റിലായിട്ട് മതി അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ വിവാഹം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നമ്മുടെ ചെറുപ്പകാലത്തിന് നമുക്ക് മക്കളുണ്ടാകുന്നതാണ് നമുക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളും കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് തരും ഈശോ. ലൈഫൊക്കെ പിന്നെ സെറ്റിലായിക്കോളും. ഞങ്ങൾ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കുടുംബമായിട്ട് അവിടെ തന്നെയായിരുന്നു. അവിടെ ആയിരിക്കുമ്പോൾ ജിസ്യുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെയുള്ള ഇൻറ്റീരിയർ സ്ഥലങ്ങളിൽ പോവുകയും അവിടെയുള്ള ക്രിസ്ത്യൻസിനെയും അതുപോലെ അവിടെയുള്ളവരെയൊക്കെ ചെന്ന് കാണാനും ഔട്ട്റീച്ച് മിനിസ്ട്രിയുമായി വളരെ ആക്റ്റീവായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഷൻ ചിന്തകളും സ്വപ്നങ്ങളും കാര്യങ്ങളെല്ലാം ജീസസ് യൂത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫിയാത്ത് മിഷനുമായി ചേർന്ന് പോകുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ബൈബിളില്ലാത്ത സ്ഥലങ്ങളിൽ ബൈബിൾ എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ, പഴയ പേപ്പർ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതിലെന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമുക്കതിലൊരു സങ്കടം ഞാൻ സങ്കടപ്പെടാറില്ല. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യാൻ സാധിക്കുന്നതിൽ സന്തോഷിക്കാൻ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ അതെനിക്കത് പറ്റിയില്ല ഇത് പറ്റിയില്ല ഒരു പരാതിയും ഞാൻ പറയാറില്ല. കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി പരമാവധി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്.